പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 9 മുതൽ 11 വരെ തിരുവചനങ്ങൾ. നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകും. യേശു കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോവുക, എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൈവദൂതന്മാർ അടുത്തുവന്ന് അവനെ ശുശ്രൂഷിച്ചു. മരുഭൂമിയിലെ ഏകാന്തതയിൽ ഈശോയ്ക്ക് നേരെ സാത്താൻ തൊടുത്തുവിടുന്ന 3 പരീക്ഷണങ്ങളിൽ മൂന്നാമത്തേതാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഉയർന്ന മലയിലേക്ക് ഈശോയെ കൂട്ടിക്കൊണ്ടുപോകുന്ന പിശാച് ലോകത്തിൻ്റെ സകല മഹത്വവും കാണിച്ചു കൊടുത്തുകൊണ്ടാണ് പറയുന്നത്, എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകുമെന്ന്. എന്നാൽ ഈ ഒരു പരീക്ഷണത്തെ ഈശോ നേരിട്ട രീതിയാണ് ശ്രദ്ധേയം. നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഈശോ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പിശാച് അവിടം വിട്ടു പോകുന്നത്. ആദ്യത്തെ 2 പരീക്ഷണങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ദൈവമായ കർത്താവിനെ മാത്രമേ പൂജിക്കുവാനും ആരാധിക്കുവാനും പാടുള്ളൂ എന്ന തിരുവചനം ഉദ്ധരിച്ചപ്പോഴാണ് പിശാച് അവിടം വിട്ടു പോകുന്നതെന്ന് ഓർക്കണം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2097 ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: ആരാധിക്കുക എന്നാൽ അവിടുത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും സ്വയം എളിമപ്പെടുകയും ചെയ്യുക എന്നതാണ്. സ്വസ്ത്രഗീതത്തിൽ പരിശുദ്ധ മറിയം ചെയ്തതുപോലെ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്തുവെന്നും അവിടുത്തെ നാമം പരിശുദ്ധമാണെന്നും കൃതജ്ഞതയോടുകൂടെ ഏറ്റുപറയുകയാണ് അത്. നമ്മുടെയും വ്യക്തിജീവിതത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും പിശാചിൻ്റെ പരീക്ഷണങ്ങൾ എന്നേക്കുമായി വിട്ടുപോകുന്നത് നമ്മൾ ദിവ്യകാരുണ്യ ഈശോയെ ആരാധിക്കുമ്പോഴാണ്. പരിശുദ്ധ അമ്മയെപ്പോലെ എളിമയോടെ ഈശോ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ പ്രതി അവിടുത്തെ സ്തുതിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ പിശാചിൻ്റെ പ്രവൃത്തികളെ തകർത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാനുള്ള കൃപ നമുക്കും ലഭിക്കും. ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മെ പൂർണ്ണമായും കൊടുക്കാം. അവിടുത്തെ നമുക്ക് ആരാധിക്കാം. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.